ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 76 from the chapter Admission of a Partner. Leena and Rohit are partners in a firm sharing profits in the ratio of 3:2. അപ്പം ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. On 31st March, Manoj was admitted for 1/5 share in the profit of the firm. ഓക്കെ, ഇവിടെ നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ആദ്യം റിവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. Adjustment first question. Manoj brought proportionate capital, okay, and his share of goodwill is 80,000. അപ്പം അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യില്ല. 10% of general reserve was to be transferred to provision for doubtful debt. Okay, ജനറൽ റിസർവിന്റെ 10% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ജനറൽ റിസർവിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 50,000 ആണ്. 50,000ന്റെ 10% എന്ന് പറയുമ്പം 5,000. 5,000 പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ജനറൽ റിസർവിന്റെ 5,000 ഡിക്രീസ് ആവുകയും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5% ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിവാലുവേഷൻ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ജനറൽ റിസർവ് ഒരു എക്വിറ്റി അക്കൗണ്ട് ആണ്. അത് ഒരു ക്യാപിറ്റൽ പോലെയാണ്. അത് ഒരു ഷോർട്ട് ടേം ലയബിലിറ്റി ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ജനറൽ റിസർവിന്റെ വാല്യൂ ഡിക്രീസ് ആകുമ്പം അത് റിവാലുവേഷൻ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. സോ ബൈ ജനറൽ റിസർവ് അക്കൗണ്ട് 5,000. അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 5,000 ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരിക. ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അക്കൗണ്ട് 5,000. Next one, claim on account of workman's compensation amounted to 40,000. അപ്പം ഒരു വർക്ക്മാൻ കോമ്പൻസേഷൻ ക്ലെയിം ഉണ്ട്. വർക്ക്മാൻസ് കോമ്പൻസേഷൻ ക്ലെയിം amounts to 40,000. പക്ഷെ ബാലൻസ് ഷീറ്റിൽ വർക്ക്മാൻസ് കോമ്പൻസേഷൻ റിസർവ് ഇല്ല. അപ്പം ഇതിന്റെ എൻട്രി വരാം റിവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു വർക്ക്മാൻസ് കോമ്പൻസേഷൻ ക്ലെയിം അക്കൗണ്ട്. റിസർവ് കീപ്പ് ചെയ്തിട്ടില്ല. വർക്ക്മാൻസ് കോമ്പൻസേഷൻ റിസർവ് ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്തതുകൊണ്ട് അത് റിവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ ഇത് ഡെബിറ്റ് സൈഡിൽ വരും റിവാലുവേഷൻ അക്കൗണ്ടിന്റെ. ടു വർക്ക്മാൻസ് കോമ്പൻസേഷൻ ക്ലെയിം അക്കൗണ്ട്. ഇതൊക്കെ ഫുൾ ഫോം എഴുതണം. 40,000 amount. Next one, stock was overvalued by 16,000. Stock was overvalued. Okay, വാസും ഈസും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വാസ് ഓവർവാല്യൂഡും ഈസ് ഓവർവാല്യൂഡും തമ്മിൽ വ്യത്യാസമുണ്ട്. വാസ് ഓവർവാല്യൂഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്റ്റോക്കിന്റെ വാല്യൂ 10,000 ആണെങ്കിൽ അത് വാസ് ഓവർവാല്യൂഡ് ബൈ 5,000 എന്ന് പറയുമ്പം ആക്ച്വൽ വാല്യൂ 10,000 ഇല്ല, ബാലൻസ് ഷീറ്റിൽ റോങ് ആയിട്ടാണ് കാണിക്കുന്നതെന്നാണ് അർത്ഥം. അപ്പം അതിന്നും ആക്ച്വൽ വാല്യൂ 5,000 മൈനസ് ആവും. അതേ സമയത്ത് ഈസ് ഓവർ വാല്യൂഡ് എന്ന് പറയുമ്പം 10,000 എന്നും 10,000ന്റെ വാല്യൂ 5,000 ഇൻക്രീസ് ആയി എന്നാണ് അർത്ഥം. അതായത് പ്ലസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ വാസ് ഓവർ വാല്യൂഡ് ബൈ 16,000 എന്നാണ് പറയുന്നത്. ഇവിടെ സ്റ്റോക്കിന്റെ വാല്യൂ ബാലൻസ് ഷീറ്റിൽ 1,46,000 ആണുള്ളത്. ഇത് ശരിക്കും ആക്ച്വൽ വാല്യൂ 16,000 കുറവാണ്. ഓവർ വാല്യൂ ആയിട്ടാണ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം അതായത് സ്റ്റോക്കിന്റെ വാല്യൂ ഡിക്രീസ് ആവാണെന്നാണ് പറയുന്നത്. അപ്പം അത് റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വരാം. അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് സൈഡിലാണ് വരാം. ടു സ്റ്റോക്ക് അക്കൗണ്ട് 16,000. നെക്സ്റ്റ് വൺ, ലീല രോഹിത്. ഓക്കെ, റിവാലുവേഷൻ അക്കൗണ്ടിൽ വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. 61,000. ഡിഫറൻസ് വരുന്നത് 56,000 ആണ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പം റിവാലുവേഷൻ ലോസ് ആണ്. ആ റിവാലുവേഷൻ ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സ് ലീല ആൻഡ്
രോഹിത് ഇവരുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ആവുക. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് 3:2. 33,600 and 22,400 ആണ് 3:2 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വരാം. ഒരു വാലുവേഷൻ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ ഓപ്പണിംഗ് ബാലൻസ് ആണ്. ബൈ ബാലൻസ് ബോട്ട് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ആണ് 1,60,000 ആൻഡ് 1,40,000. പിന്നെ റിവാലുവേഷൻ ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും, പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ്. ഇത് ലോസ് ആണ്. ടു റിവാലുവേഷൻ അക്കൗണ്ട് 33,600 and 22,400. നെക്സ്റ്റ് വൺ ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ് ഉണ്ട്, വാല്യൂ 50,000 ആണ്. അത് ട്രാൻസ്ഫർ ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കണം, ബാലൻസ് ഷീറ്റിൽ ജനറൽ റിസർവ്, എക്സിസ്റ്റിംഗ് ഗുഡ്വിൽ, അഡ്വർടൈസ്മെന്റ് സസ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പാർട്ട്നേഴ്സിന്. അപ്പം ജനറൽ റിസർവിന്റെ വാല്യൂ 50,000 ആണ്. പക്ഷെ ജനറൽ റിസർവിന്റെ 10% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്യണം. 45,000. ഈ 45,000 ഓൾഡ് പാർട്ട്നേഴ്സ് ലീന ആൻഡ് രോഹിത് ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. സോ 27,000 and 18,000. ജനറൽ റിസർവ് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ബൈ ജനറൽ റിസർവ് അക്കൗണ്ട് 27,000 and 18,000. ഇതിന്റെ ജേർണൽ എൻട്രി വരല് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നെക്സ്റ്റ് വൺ വേറെ ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനില്ല ബാലൻസ് ഷീറ്റിൽ. നെക്സ്റ്റ് വൺ മനോജ് ഹാസ് ബ്രോട്ട് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ, അതായത് പ്രീമിയം ഫോർ ഗുഡ്വിൽ ഇസ് 80,000. മനോജ്, അതായത് ന്യൂ പാർട്ട്നേഴ്സ്, സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ് ഗുഡ് പ്രീമിയം ഫോർ ഗുഡ് വിൽ. അപ്പം സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് ഷെയർ കണ്ടുപിടിക്കണം. അപ്പം സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ഈക്വൽ ടു ഓൾഡ് മൈനസ് ന്യൂ. സോ ഓൾഡ് റേഷ്യോ ഇസ് 3:2 ലീന ആൻഡ് രോഹിത്, ആൻഡ് ന്യൂ ഇസ് 5:3:2 ലീന, രോഹിത് ആൻഡ് മനോജ്. So sacrificing Lena is equal to old minus new. Old is 3/5 minus 5/10. Denominator equal ആവണം. LCM is 10. It's equal to 6 minus 5/10 into 2. So 1/10 sacrifice ആണ്. പിന്നെ Lena, രോഹിത്. രോഹിത്തിന്റെ ഓൾഡ് ഷെയർ 2/5 minus 3/10. Denominator same ആക്കണം. LCM is 10. So 4 minus 3/10, it's 1/10. അതും സാക്രിഫൈസ് ആണ്. So sacrificing ratio is 1/10 is to 1/10, which is 1:1. So ഈ 80,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ലീന ആൻഡ് രോഹിത്. So it's 40,000. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ജേർണൽ എൻട്രി ഈസ് പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ലീനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ടു രോഹിത്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ലീനന്റെയും രോഹിത്തിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ പ്രീമിയം ഫോർ ഗുഡ്വിൽ ക്രെഡിറ്റ് ആണ്. ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് amount is 40,000. Okay, that's it. വേറെ ഒന്നും അഡ്ജസ്റ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്യാനില്ല. മനോജ് ക്യാപിറ്റൽ കൊണ്ടുവന്നതായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ക്യാപിറ്റൽ എത്രയാണെന്ന് അവർ പറയുന്നില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. മനോജ് ക്യാപിറ്റൽ. സോ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ഓഫ് ന്യൂ ഫേം കണ്ടുപിടിക്കണം, which is equal to
total of adjusted capital of old partners multiplied by reciprocal of total new share of old partners. ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അപ്പൊ നമ്മൾ ആദ്യം ഓൾഡ് പാർട്ട്നേഴ്സിന്റെ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും ശേഷം വരുന്ന ക്യാപിറ്റൽ ആണ്. ഇപ്പം ജനറൽ റിസർവ്, പ്രീമിയം ഫോർ ഗുഡ് വിൽ, റിവാലുവേഷൻ, ലോസ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന ക്യാപിറ്റൽ. അത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് ഈ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യാം. $1,98,000. രോഹിത്തിന്റെ ക്രെഡിറ്റ് സൈഡ് 1,98,000 ഡെബിറ്റ് സൈഡ് 22,400 ആണ്. അത് 1,98,000 മൈനസ് 22,400. ഇതാണ് ബാലൻസിങ് ഫിഗർ വരിക. ബാലൻസിങ് ഫിഗർ ഡെബിറ്റ് സൈഡിലാണ് വരിക. 1,75,600. ഇനി ലീനന്റേത് കണ്ടുപിടിക്കാം. $2,27,000 minus 33,600. ബാലൻസ് ഫിഗർ വരുന്നത് 1,93,400. ഇതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്. അപ്പം അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് കിട്ടി. അതിന്റെ ടോട്ടൽ, അതായത് ഇത് രണ്ടും ആഡ് ചെയ്യണം. 1,93,400 plus 1,75,600. 3,69,000. ഇനി reciprocal of total new share of old partners. New share of old partners. ലീനന്റെ ഷെയർ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് 5:3:2. അതിൽ ലീനന്റെ ഷെയർ 5/10 രോഹിത്തിന്റെ ഷെയർ 3/10 ആണ്. അത് ടോട്ടൽ, അതിന്റെ ടോട്ടൽ 5/10 plus 3/10 equals 8/10. Total of adjusted capitals were 3,69,000 and total of new shares were 8/10. ഇതിന്റെ റെസിപ്രോക്കൽ ആണ് വേണ്ടത്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 10/8. So total of adjusted capital of old partners is 3,69,000. Reciprocal of total new share of old partners 10/8 ആണ്. 4,61,250. ഇതാണ് capital of new firm. Capital of new firm is 4,61,250. ഇതില് ന്യൂ പാർട്ട്ണറിന്റെ ഷെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ പാർട്ട്നേഴ്സ് മനോജ് ആണ്. മനോജിന്റെ ക്യാപിറ്റൽ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. മനോജിന്റെ ഷെയർ 2/10 ആണ്, ഓർ 1/5. 2/10 ഡിക്രീസ് ചെയ്യുമ്പോൾ 1/5. അപ്പം ഇൻറ്റു 1/5 ഈക്വൽസ് 92,250. ഇതാണ് മനോജിന്റെ ക്യാപിറ്റൽ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു മനോജ് ക്യാപിറ്റൽ അക്കൗണ്ട്. സോ മനോജിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും ബൈ ക്യാഷ് അക്കൗണ്ട് 92,250. ഓക്കെ, ഇനി വേറൊന്നും റെക്കോർഡ് ചെയ്യാനില്ല. സോ ടോട്ടൽ ചെയ്യാം. ഇവിടെ ബാലൻസിങ് ഫിഗർ വന്നത് 92,250 ആണ്. So to balance carry down, അതായത് ക്ലോസിംഗ് ബാലൻസ്. ഈ ക്ലോസിംഗ് ബാലൻസ് ആണ് അവരുടെ ക്യാപിറ്റൽ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണ് ഇത്. സോ ദാറ്റ്സ് ഇറ്റ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഇനി ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഓഫ് ലീന, രോഹിത് ആൻഡ് മനോജ് ആസ് ഓൺ 1st April 2018. അസറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ ക്യാഷ് ആണ്. ബാലൻസ് ഷീറ്റിൽ ക്യാഷിന്റെ വാല്യൂ 42,000 ആണ്. ആദ്യം ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം.
മനോജ് ക്യാപിറ്റലും ഗുഡ്വില്ലും ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. ക്യാഷ് ഫേമിലേക്ക് വരാണ്, ബിസിനസ്സിലേക്ക് വരാണ്. അപ്പൊ അത് ആഡ് ചെയ്യണം. 92,250 പിന്നെ ക്യാപിറ്റൽ, പിന്നെ ഗുഡ്വില് 80,000 ആണ് കൊണ്ടുവന്നത്. $2,14,250 ആണ് ക്യാഷിന്റെ ക്യാഷ് ബാലൻസ് വരുന്നത്. ഇനി എന്തെങ്കിലും ട്രാൻസാക്ഷൻസ്, അതായത് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പം ക്യാഷ് ഫേമിലേക്ക് വരുന്നത് കൊണ്ട് ഒക്കെ ആഡ് ചെയ്ത് പേയ്മെന്റ്സ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. എന്നിട്ട് ആ ടോട്ടൽ എമൗണ്ട് ആണ് ക്യാഷിന്റെ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ ക്യാഷിന്റെ വാല്യൂ 2,14,250 ആണ്. പിന്നെ ബാലൻസ് ഷീറ്റിൽ വന്നത് ഡെപ്റ്റേഴ്സ് ആണ്. വാല്യൂ 1,32,000. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റിൽ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ വാല്യൂ 2,000 ആണ്. പക്ഷെ ഇവിടെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ജനറൽ റിസർവിന് 10% ട്രാൻസ്ഫർ ചെയ്തതായിട്ട് പറയുന്നുണ്ട്, അതായത് 5,000. അപ്പം ആ 5,000 ആഡ് ചെയ്യണം. ടോട്ടൽ എമൗണ്ട് 7,000 വരാം. മൈനസ് 7,000, വാല്യൂ വിൽ ബി 1,25,000. നെക്സ്റ്റ് വൺ സ്റ്റോക്ക്. ബാലൻസ് ഷീറ്റിൽ സ്റ്റോക്ക് ആണ്. വാല്യൂ 1,46,000 ആണ്. പക്ഷെ സ്റ്റോക്കിന്റെ വാല്യൂ 16,000 ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്നുണ്ട്. ഓവർ വാല്യൂഡ് പറഞ്ഞാല് സ്റ്റോക്കിന്റെ ആക്ച്വൽ വാല്യൂ 1,46,000 അല്ല, റെക്കോർഡ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ആണ്. അപ്പം 16,000 റെഡ്യൂസ് ചെയ്തിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ. ഇതാണ് ആക്ച്വൽ വാല്യൂ. സോ 1,30,000. നെക്സ്റ്റ് വൺ പ്ലാന്റ് ആൻഡ് മെഷീനറി. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഒന്നും ചെയ്യാനില്ല. അപ്പം പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വാല്യൂ 1,50,000 എന്നാണ്, ചേഞ്ചസ് ഒന്നുമില്ല. സോ അസറ്റ് സൈഡ് കഴിഞ്ഞു. ഇനി ലയബിലിറ്റി സൈഡ്. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടായിട്ടില്ല, അപ്പോൾ സെയിം എമൗണ്ട്. ബിൽസ് പേയ്മെന്റ്. ബിൽസ് പേയ്മെന്റ് ഓൾസോ ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, 38,000. പിന്നെ ജനറൽ റിസർവ്. ജനറൽ റിസർവ് ഇവിടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അത് പുതിയ ബാലൻസ് ഷീറ്റിൽ വരില്ല. ഇനി ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽസ് ആണുള്ളത്. അതിന് മുന്നായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ തേർഡ് വൺ, ക്ലെയിം ഓൺ അക്കൗണ്ട് ഓഫ് വർക്ക്മെൻസ് കോമ്പൻസേഷൻ അമൗണ്ട് ടു 40,000. അത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ക്ലെയിം ഒരു ലയബിലിറ്റി ആണ്. നമ്മളത് പുതിയ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ റെക്കോർഡ് ചെയ്യണം. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ക്ലെയിം amount 40,000. ശ്രദ്ധിക്കണം, ക്ലെയിം ഉണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം, പുതിയ ബാലൻസ് ഷീറ്റിൽ. നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ. ലീന, രോഹിത് ആൻഡ് മനോജ്. ലീനന്റെ ന്യൂ ക്യാപിറ്റൽ 1,93,400. രോഹിത്തിൻ്റെത് 1,75,600 ആൻഡ് മനോജിൻ്റെത് 92,250. ഓക്കെ, ഇവിടെ ടോട്ടൽ വരുന്നത് 4,61,250. ഇനി ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യണം, അത് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, രണ്ട് സൈഡും വരുന്നത് 6,19,250. That's all. Thank you for watching.